ചേമ്പ്, മധുരക്കിഴങ്ങ്, ചേന. ദേ നോക്കിയേ, കൂട്ടത്തോടെ ഇവർ വിൽക്കുന്നത് എന്താണെന്ന് കണ്ടോ? ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങളാ. ചേച്ചി എന്തോ ഇന്ന് കൊണ്ടുവന്നേ? മധുരക്കിഴങ്ങ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് കൂട്ടായുള്ള ഇവരുടെ ഈ കുഞ്ഞു കച്ചവടം. പരിപാടി എന്ന് പറഞ്ഞാൽ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാർത്തികപ്പള്ളി സെന്റ് മേരീസ് ചർച്ച് MCMFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 2 ലക്ഷം രൂപ കണ്ടെത്തണമെന്നുള്ളതാണ്. ആ 2 ലക്ഷം രൂപ ദേവാലയം പണിയാനായിട്ട്. അതെ അതെ. ഓ ശരി ശരി. MCMF നിങ്ങളുടെ സംഘടനയുടെ പങ്ക്. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിന്റെ സോഴ്സ് കണ്ടെത്തുവാണ്. ഓക്കെ. അതിനുള്ളൊരു മാർഗമാണ് നമ്മുടെ ഈ പുഴുക്കല്ലേ? അതെ അതെ. നമ്മൾ അവരവരുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ തയ്യാറാക്കി ഓരോ ഐറ്റംസും കൊണ്ടുവരികയാണ്. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഐറ്റംസ്, ഓരോ ഭവനത്തിൽ നിന്ന് ഓരോ ഐറ്റം തയ്യാറാക്കി അങ്ങനെയാണ്. ഇനിയിപ്പം എല്ലാ ദിവസങ്ങളും ഉണ്ടാവോ? ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യാമെന്നാണ്. ആഴ്ചയിൽ ഏത് ദിവസമാണ് ചെയ്യുന്നത്? ഇത് തുടക്കം മാത്രമാണ്. ഈ സംരംഭം വിജയിച്ചാൽ ആഴ്ചയിലെ എല്ലാ സാറ്റർഡേ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നേ? എന്റെ വീട്ടിൽ നിന്ന് കപ്പ് തയ്യാറാക്കി കൊണ്ടുപോയി. കപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നു. ചേച്ചിയുടെ പേരെന്തുവാ? എന്തോ ഇന്ന് കൊണ്ടുവന്നേ? ചേന. അപ്പൊ ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങളാ. അപ്പൊ ചേച്ചി എന്തോ ഇന്ന് കൊണ്ടുവന്നേ? മധുരക്കിഴങ്ങ്. അപ്പൊ എന്തൊക്കെയുണ്ട് നമ്മുടെ പൊതിയിൽ? മധുരക്കിഴങ്ങുണ്ട്, കപ്പയുണ്ട്, സമ്മന്തി, സ്പെഷ്യൽ സമ്മന്തി തയ്യാറാക്കിയ അമ്മ. ഈ അമ്മച്ചിയാണോ? അതെ അതെ, ചമ്മന്തി തയ്യാറാക്കിയത്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഉള്ളൊരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പൊ അവർ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള വലിയൊരു പരിപാടിയാണ് അല്ലേ? അപ്പൊ എത്ര രൂപയാണ് നമ്മുടെ പൊതിക്ക്? ഒരു പൊതിക്ക് 100 രൂപ. 100 രൂപയാണ്. അപ്പൊ ഇനിയിപ്പോ എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം അല്ലേ? ഇന്ന് ഈ സംരംഭം വിജയിക്കുവാണെങ്കിൽ വിജയിക്കട്ടെ, എന്റെ ആശംസകൾ. ഓക്കെ. ഇത് ചേനയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, തീരാറായല്ലേ? ചേമ്പുണ്ട്, ഏത്തക്കയുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു വലിയൊരു ലക്ഷ്യമാണ് ഇവരുടെ കേട്ടോ. പള്ളി പണിയാനായിട്ട് ഫണ്ട് കണ്ടെത്താനുള്ള ഒരു ലക്ഷ്യമാണ്. ഈ പുഴുക്കും ഈ മക്കളൊക്കെ വിൽക്കുന്ന മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിറ്റ് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുമ്പോൾ ആ ഒരു പള്ളി പണിയുന്ന അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ, ഞാനിപ്പോൾ നിൽക്കുന്ന കൃത്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയാം, കാർത്തികപ്പള്ളിക്കും ഡാണപ്പള്ളിക്കും ഇടയ്ക്ക് സെന്റ് മേരീസ് ചർച്ചിന്റെ ഫ്രണ്ടിലാണ്. ചർച്ച് ഇപ്പം പണിയാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അത് ഇവരുടെ കച്ചവടം എന്ന് പറയുമ്പോൾ ഇതെന്തൊക്കെയാണ്? മാലയുണ്ട്, കൊന്തയുണ്ട്, ജപമാലയുണ്ട്, പ്രാർത്ഥന പുസ്തകങ്ങൾ, കീ ചെയിനുകൾ, ഭജനപ്പെട്ടി. അപ്പം ഇതൊക്കെ വേണ്ടവരൊന്ന് വാങ്ങിച്ച് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മൾ. അച്ചാറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ വീട്ടിൽ നിന്നും ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ? പള്ളിയിലിട്ടല്ലേ? പള്ളിയിലിട്ട. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ചേച്ചിമാരുടെ പുഴുക്ക് വിൽപ്പന. ഓക്കെ. ഈ ഒരു പൊതി എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതിന് 100 രൂപയാണ്. ഇതിനകത്ത് ഓരോ വീട്ടിൽ നിന്നും ചെയ്തുകൊണ്ട് വരുന്ന ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ അമ്മച്ചിയാണ് ചമ്മന്തിയൊക്കെ തയ്യാറാക്കുന്നത്. ഈ ചേച്ചിമാരുടെ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ ഒരു പൊതിക്കകത്തുള്ളത്. അപ്പം കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ ഫ്രണ്ടിൽ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ ഏരിയയിലുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നല്ലൊരു സംരംഭമാണ് കേട്ടോ. പൊതിയിലുള്ള ഐറ്റംസ് കണ്ടില്ലേ? കപ്പയുണ്ട്, ചേനയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ചമ്മന്തിയുണ്ട്. അപ്പോൾ ഈ ഐറ്റംസിന് 100 രൂപയാണ്. ഒപ്പം ഇവരുടെ കഷ്ടപ്പാടും. അപ്പോൾ നല്ലൊരു സംരംഭമാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സ്ഥലം നിങ്ങൾ മറന്നു പോകണ്ട. അപ്പോൾ ഞാനും കൂടെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ വീട് തീർക്കുന്നപ്പോഴാണ് 2 പൊതി. ഓക്കെ, വെൽക്കം. ഒരുപാട് സന്തോഷം. ബാക്കിയൊന്നും വേണ്ട. ഇത് പള്ളിയുടെ അതിലേക്ക് ബാക്കി എൻ്റെ ഒരു സംഭവമാണ്, ചെറിയ സംഭവമാണ്. ഓക്കെ. അപ്പോൾ ഇവരുടെ ഈ സംരംഭത്തെ എല്ലാവരും സപ്പോർട്ട് കൊടുക്കും കേട്ടോ.